വൈക്കത്തപ്പനെ അടുത്തറിഞ്ഞാൽ പല കാര്യങ്ങളും അത്ഭുതപ്പെടുത്തും. അതിനാൽ ക്ഷേത്രത്തോളം പ്രാധാന്യം ഇവിടുത്തെ ക്ഷേത്രകഥകൾക്കുമുണ്ട്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന് 3 ഭാവങ്ങളാണ്: ദക്ഷിണാമൂർത്തി, കിരാതമൂർത്തി, പാർവതി സമേതനായ രാജരാജേശ്വരൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ ദർശനം നടത്തിയാൽ വിജ്ഞാനവും ബുദ്ധിവികാസവും, ഉച്ചയ്ക്ക് ദർശനം നടത്തിയാൽ സർവകാര്യ വിജയവും, വൈകിട്ട് ദർശനം നടത്തിയാൽ ജീവിത സുഖവും കിട്ടും. ചന്ദനം പ്രസാദമില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം. ഇവിടെ പ്രസാദമായി നൽകുന്നത് ചാരമാണ്. പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ഒരുക്കം നടത്തുന്ന വലിയ അടുക്കളയിൽ നിന്നുമാണ് ചാരം നൽകുക. ചൊറി, ചിരങ്ങ ഉൾപ്പെടെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ഈ ചാരം ഫലപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. 12 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമോ വൈക്കത്ത് ഭജന ഇരുന്നാൽ സർവ്വപാപവും ശമിക്കുമെന്നാണ് പറയുന്നത്. സർവ്വമംഗളങ്ങളും സിദ്ധമാകും. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ വിദ്യാലാഭം, ശത്രുനാശം, കുടുംബസൗഖ്യം തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്നാണ്